നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ ചെയർമാനായ ശ്രീ KV അശോകനാണ്. നമസ്കാരം, സ്വാഗതം. നമസ്കാരം, സന്തോഷം. സാധാരണഗതിയിൽ ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു സാമ്പത്തിക ഇടപാടുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ടാഗ്ലൈനാണ് ഏറെ ശ്രദ്ധിച്ചത്. പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാവുക എന്നൊരു ടാഗ്ലൈൻ കണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു ടാഗ്ലൈൻ ഇവിടെ പ്രാവർത്തികമാക്കുന്നത്? സഹകരണ പ്രസ്ഥാനം സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല, പക്ഷേ നമ്മളെല്ലാവരും സമ്പത്തുണ്ടാക്കുന്നതിനും പണമുണ്ടാക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. സ്വാഭാവികമായും പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്ന് പറയാനുണ്ടായ കാരണം, ഇന്നത്തെ ഒരു മാറിയ സാഹചര്യത്തിൽ എത്ര സമ്പത്തുണ്ടായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചില്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് കാര്യമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെയാണ് സമ്പത്തും ആരോഗ്യവും ഉണ്ടായാലും ഇന്ന് ലോക ചരിത്രം നോക്കുമ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഭാഗമായി കൊണ്ടുണ്ടായിരിക്കുന്ന വലിയ ഭീഷണി, അതല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ പ്രകൃതിയിലൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ടായാലും നമ്മൾ എത്ര ആരോഗ്യവാനായിരുന്നാലും നമുക്ക് നിലനിൽപ്പില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കാതെ ഇനിയൊരു അടി പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ്? തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇപ്പോൾ പ്രകൃതി സംരക്ഷിച്ച് മാത്രമാണ് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ്. അപ്പോൾ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് തന്നെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റാണ്. കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ കൃഷി രീതികളിലൂടെ റീജനറേറ്റീവ് അഗ്രികൾച്ചർ സൃഷ്ടിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലെ കാർബൺ എമിഷൻ കുറയ്ക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ്. ഇന്ന് ലോകത്തെ എല്ലാ രാഷ്ട്രത്തലവന്മാരും, ഇന്ത്യൻ പ്രധാനമന്ത്രിയും സംസ്ഥാന സർക്കാരുകളും ലോകരാഷ്ട്രത്തലവന്മാരെല്ലാവരും ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ, ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാരായ കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കൈരളി സൊസൈറ്റി ഈ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ തമിഴ്നാടും കേരളവും ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി എങ്ങനെയാണ് ലഭ്യമാകുന്നത്? ഞാൻ ഈ കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ ഏകദേശം 3 വർഷം തികയാണ്. സ്വാഭാവികമായും ഏകദേശം 45 പ്രൊജക്റ്റ് ഓഫീസുകൾ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസുകൾ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് ഇപ്പോൾ ഉണ്ട്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ന് ലോകത്താദ്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റ്, കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് നടപ്പിലാക്കിയ സൊസൈറ്റിയാണ് കൈരളി. 40,000 മെമ്പർമാർ ഇപ്പോൾ കർഷകർ ഈ സൊസൈറ്റിയിൽ അംഗങ്ങളായിട്ടുണ്ട്. അതിൽ 20,000 പേരും കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റിൽ അംഗങ്ങളായിട്ടുള്ളവരാണ്. അതിൻ്റെ ഭാഗമായി പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്ന സമയത്താണ് ഈ ഗ്രാമപ്രദേശങ്ങളിലാണ് കൃഷിയിലൂടെ കാർബൺ ക്രെഡിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ലോകം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ഡൽഹി പോലെയുള്ള പട്ടണ പ്രദേശങ്ങളൊക്കെ തന്നെ വായു മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഓക്സിജൻ കിട്ടാതെ വലിയ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സൊസൈറ്റി ഈ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റിനോടൊപ്പം തന്നെ ജലമരം അല്ലെങ്കിൽ ലിക്വിഡ് ട്രീ എന്ന പ്രൊജക്റ്റ് കൂടി മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ ജലമരം, അതായത് ലിക്വിഡ് ട്രീ, അത് എങ്ങനെയാണ് സാധ്യമാക്കുന്നത്? ഈ ലിക്വിഡ് ട്രീ ജലമരം എന്ന് പറയുന്നത് ഒരു മരമല്ല, അത് ഈ ഒരു വെള്ളത്തിൽ മൈക്രോ ആൽഗ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് കുഫോസുമായിട്ട്, കേരള യൂണിവേഴ്സിറ്റി ഫോർ ഫിഷറീസ് ആൻഡ് സയൻസ്, കുഫോസ് യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് ലോ കാർബൺ സൊല്യൂഷനും കൈരളി സൊസൈറ്റിയും കൂടി സംയുക്തമായിട്ട് ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കി കുഫോസ് ക്യാമ്പസിൽ, പനങ്ങാടുള്ള കുഫോസ് ക്യാമ്പസിൽ ആ ലിക്വിഡ് ട്രീ എന്ന് പറയുന്ന ജലമരം എന്ന് പറയുന്നത് സ്ഥാപിച്ചു കഴിഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ലിറ്റർ വെള്ളത്തിൽ മൈക്രോ ആൽഗ ഉപയോഗിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡ് പോലെയോ ബസ് സ്റ്റേഷൻ പോലെയോ
അല്ലെങ്കിൽ നമുക്ക് വിശ്രമിക്കാവുന്ന രീതിയിലൊക്കെ തന്നെയുള്ള ഒരു വലിയ ഇതാണത്. അപ്പോൾ അവിടെ ഈ മൈക്രോ ആൽഗ ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 10 വലിയ മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ ഈ ജലമരത്തിൽ നിന്ന് ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ കഴിയാത്തിടത്തും അതുപോലെ തന്നെ വായു മലിനീകരണം ഉള്ളിടത്തുമൊക്കെ തന്നെ ഈ രീതിയിൽ ഈ ജലമരം അല്ലെങ്കിൽ ലിക്വിഡ് ട്രീ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ കുഫോസ് ക്യാമ്പസിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം കൊച്ചിൻ ഷിപ്പ് യാർഡിലെ ഉദ്യോഗസ്ഥരും അതിൻ്റെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് അവർ ടെൻഡർ വെച്ചു. നമ്മൾ ടെൻഡർ വെച്ച് നമ്മളുടെ ടെൻഡർ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് 8-10 ലിക്വിഡ് ട്രീ അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് റെയിൽവേ വൈസ് ചെയർമാൻ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റുകാർ ഇത് കണ്ടുകൊണ്ട് നമ്മളെ അവിടേക്ക് വിളിപ്പിക്കുകയും അവിടെ ഇന്ത്യൻ റെയിൽവേയിൽ ഈ ജലമരം എന്ന ആശയം ഏത് രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള ഒരു ഡിസ്കഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പ്രൊജക്റ്റ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ പട്ടണ പ്രദേശങ്ങളിലടക്കം ഈ ലിക്വിഡ് ട്രീ നടപ്പിലാവും. ഇതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ BSFL എന്നൊരു പ്രൊജക്റ്റ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവേ ഫാമിംഗ്. മാലിന്യത്തിൽ നിന്ന് സമ്പത്തുണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 5 ടൺ ജൈവ മാലിന്യങ്ങൾ ഒരു ഡെയിലി ദിവസം പ്രോസസ്സ് ചെയ്ത് അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റാക്കിയിട്ട് കോഴിത്തീറ്റ, ഫിഷ് തീറ്റ, അതുപോലെ തന്നെ വളം, ഓയിൽ, BSFL ഓയിൽ എന്ന രീതിയിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് ഈ മാലിന്യത്തിൽ നിന്ന് വലിയ സമ്പത്തുണ്ടാക്കാൻ കഴിയുന്ന ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ് ഈ ജൈവ മാലിന്യത്തെ നമ്മൾ സംസ്കരിച്ച് ആ പ്രൊജക്റ്റും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ മാലിന്യ സംസ്കരണം ഇപ്പോൾ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. എവിടെ ഒരു മാലിന്യ സംരക്ഷണ പ്ലാന്റ് വന്നാലും ആ ചുറ്റുപാടിൽ നിന്നും ഒരുപാട് എതിർപ്പുകൾ വരികയും അവിടെ മാലിന്യം പുറത്തേക്ക് വമിക്കുന്നതായിട്ടൊക്കെ പരാതികളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് പ്രകാരമാണെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടെല്ലാം ഒഴിവാക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും. അതായത് ഇത് ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ് AC ഇത് ചെയ്ത് ഹ്യൂമിഡിറ്റി നോക്കി വളരെ കൃത്യമായി ഒരു ദുർഗന്ധവുമില്ലാതെ അതത് ദിവസത്തെ പ്രൊഡക്റ്റുകൾ ഈ മാലിന്യം അതത് ദിവസം തന്നെ പ്രോസസ്സ് ചെയ്ത് പോകുന്ന നടപടിക്രമമാണ്. അപ്പോൾ ഇപ്പോൾ എത്ര ജനവാസ കേന്ദ്രത്തിലായാലും നമുക്കിത് സ്ഥാപിക്കാനായിട്ട് കഴിയും. ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു ദുർഗന്ധവും ഇല്ലാതെ ഒരു പൊല്യൂഷനും ഇല്ലാതെ ഇത് വളരെ കൃത്യമായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട്. അതായത് വീടുകളിൽ തന്നെ ഇത് ചെയ്യാൻ വീടുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുനിസിപ്പൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഏരിയയിൽ നമുക്കിതൊരു വലിയ ഫാക്ടറി കണ്ടെയ്നർ ടൈപ്പിൽ ഇതിൻ്റെ മെഷീൻസ് ഉണ്ട്. അപ്പോൾ ജനറേറ്റർ, AC, അതുപോലെ തന്നെ ഈ ജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ സ്ലൈസ് ചെയ്ത് അരച്ച് അത് ഈ ലാർവെ ഇട്ടുകൊണ്ട് ഫാമിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ഇത് മാലിന്യ സംസ്കരണമല്ല, ഇത് ലാർവെ ഫാമിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ഈ മാസം അവസാനം ഡിസംബർ ആദ്യത്തിലോ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ആദ്യം പ്രീത ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ? വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. കാരണം കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് ഈ പറഞ്ഞതുപോലെ 40,000 കർഷകരെ നമുക്കിതിലേക്ക് അംഗങ്ങളാക്കാൻ കഴിഞ്ഞു. അതിനിടയ്ക്ക് 45ഓളം പ്രൊജക്റ്റ് ഓഫീസുകളും നേരത്തെ സൂചിപ്പിച്ച എല്ലാ പ്രൊജക്റ്റുകളും കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ്, ലിക്വിഡ് ട്രീ, BSFL തുടങ്ങിയ പ്രധാനപ്പെട്ട 3 പ്രൊജക്റ്റുകളും ഇംപ്ലിമെൻറ്റ് ചെയ്ത് നാഷണൽ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും നമുക്ക് വലിയ അംഗീകാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളിപ്പോൾ ഈ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ 2 പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ തലത്തിലുള്ള അഗ്രിമെൻ്റ് ഉണ്ട്. ഒന്ന്, ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കാർബൺ ഫുഡ് സർട്ടിഫിക്കേഷനിൽ പ്രധാനപ്പെട്ട ഒരു ഏജൻസി ആയിട്ടുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡുമായിട്ടാണ് നമ്മൾ അഗ്രിമെൻ്റ് വെച്ച് നമ്മൾ ജോയിൻമെൻറ്റ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അയർലൻഡ് മേയറും ഡെപ്യൂട്ടി മേയറും ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്നപ്പോൾ നമ്മളെ വിളിച്ച് സംസാരിച്ച് ഈ പ്രൊജക്റ്റുകളെ കുറിച്ച് വളരെ വലിയ നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുകയും അതോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളിൽ ഇത് ചെയ്യാമെന്നുള്ള സംവിധാനവും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത നവംബറിൽ ഇപ്പോൾ ഞങ്ങൾ ഈ 18-ാം തീയതി മിക്കവാറും അതായത് ഒപ്പിട്ട് കഴിഞ്ഞ് ഞാനിപ്പോൾ അതിൽ അത് പറഞ്ഞുതരാം. ഞങ്ങളൊരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ
ആൻഡ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഒരു MOU ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ത്രൂ കോപ്പറേറ്റീവ് ലെഡ് കാർബൺ റിഡക്ഷൻ ആൻഡ് ഗ്രീൻ ഫിനാൻസ് ഇനീഷ്യേറ്റീവ്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ അഗ്രിമെൻ്റ് MOU ഒപ്പുവെച്ചിട്ടുള്ളത്. NCO എന്ന് പറയുന്നത് നമ്മുടെ അപ്പെക്സ് ഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ കൺട്രി. ഇന്ത്യയിലെ ഏറ്റവും അപ്പെക്സ് ബോഡിയാണ് NCO, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഇന്ത്യ. അതിലെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവൽ ഫെഡറേഷൻസും സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻസും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമാണ് അതിലെ മെമ്പർമാർ. അതായത് ഇന്ത്യയിലെ 8 ലക്ഷത്തോളം വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രതിനിധികൾ മെമ്പർഷിപ്പുള്ള ഒരു അപ്പെക്സ് ഓർഗനൈസേഷനാണ് NCO. ആ NCOയുമായി കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു MOU ഒപ്പുവെച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പ്രീത ചോദിച്ച ചോദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തിനാണ് ഈ MOU, അതിൽ പറഞ്ഞിട്ടുള്ള ഒന്ന് ഏരിയ ഓഫ് കൊളാബറേഷൻ പറഞ്ഞിട്ടുള്ളത് പ്രൊമോഷൻ ഓഫ് കാർബൺ എമിഷൻ റിഡക്ഷൻ ഇനീഷ്യേറ്റീവ്സ്. എന്നിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ജോയിൻ്റ്ലി പ്രൊമോട്ട് കൈരളീസ് കാർബൺ എമിഷൻ റിഡക്ഷൻ ആൻഡ് കാർബൺ ക്രെഡിറ്റ് പ്രോഗ്രാം എമംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഫാർമർ ഗ്രൂപ്പ്സ് ആൻഡ് അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രോസ് ഇന്ത്യ. ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ ഫാർമർ ഗ്രൂപ്പുകളെയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെയും ജോയിൻ്റായിട്ട് ഈ പ്രൊജക്റ്റ് NCOയുമായി സഹകരിച്ച് എത്താൻ പോവാണ്. അതോടുകൂടി ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും കൈരളിയുടെ ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കാനായിട്ടുള്ള അവസരം നമുക്ക് ലഭിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഐഡൻറ്റിഫൈ കോപ്പറേറ്റീവ് ക്ലസ്റ്റേഴ്സ് ഓർ റീജിയൻസ് ഇൻ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ ഫോർ പൈലറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കാർബൺ റിഡക്ഷൻ ഓർ കാർബൺ ക്രെഡിറ്റ് ജനറേഷൻ പ്രോജക്ട്സ്. നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഗവൺമെൻറ് ഏജൻസീസും അതുപോലെ തന്നെ ഓർഗനൈസേഷനുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റ് ചെയ്യാനായിട്ടുള്ള MOUയിൽ നമ്മൾ കൈരളിയും അതുപോലെ തന്നെ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഇന്ത്യയും കൂടി ജോയിൻറ്റ് വെഞ്ചർ MOU ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞ ഈ തലത്തിലേക്ക് നമുക്ക് എത്താൻ പോവുകയാണ്. ഇപ്പോൾ പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം ഈ MOU ഒപ്പിടുന്നതിന് മുമ്പ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 ലക്ഷം ഏക്കർ ലാൻഡിൽ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ കാർബൺ ക്രെഡിറ്റിലൂടെ തന്നെ 2200 കോടി രൂപയുടെ കാർബൺ ക്രെഡിറ്റ് ഇൻകം ലഭ്യമാണ്. വലിയ സമ്പത്താണ്. ഇപ്പോൾ നമ്മൾ വാർത്തകളിലൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വലിയ സമ്പത്തുണ്ടാവാൻ പോകുന്നത് കാർബൺ ക്രെഡിറ്റിലൂടെയാണ്. കൈരളി സൊസൈറ്റി അത് വളരെ മുമ്പ് തിരിച്ചറിഞ്ഞ് അത് നടപ്പിലാക്കി, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത. കാർബൺ ക്രെഡിറ്റ് അത് നടപ്പിലാക്കുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ എമിഷൻ മണ്ണിലേക്കും സസ്യജാലങ്ങളിലേക്കും സെക്വിസേഷൻ നടത്തി അതിൻ്റെ 1 ടൺ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ 1 യൂണിറ്റ് കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യും. ഈ 1 യൂണിറ്റിന് $40 വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ അന്തരീക്ഷത്തിലെ കാർബൺ എമിഷൻ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഫലഭൂഷ്ഠിത കൂടും. അതിൻ്റെ ഭാഗമായിട്ട് കർഷകൻ്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വർദ്ധിക്കും. അപ്പോൾ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വർദ്ധിക്കുകയും ശുദ്ധമായ ഭക്ഷണവും ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും ഇതിലൂടെ ലഭ്യമാകും. അതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യം സംരക്ഷിക്കപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി സംരക്ഷിക്കപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് വലിയ സമ്പത്തുണ്ടാക്കാനായിട്ട് കഴിയും. ഇത് തന്നെയാണ് ലിക്വിഡ് ട്രീ പ്രൊജക്റ്റിലൂടെയും വരുന്നത്. അവിടെ മലിനമായ വായു ശുദ്ധീകരിക്കാനും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് ശുദ്ധവായു ലഭിക്കാനായിട്ടുള്ള അവസരം, അത് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഇത് പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ നിന്ന് സമ്പത്തുണ്ടാക്കാനായിട്ട് കഴിയും. ഇത് തന്നെയാണ് BSFL എന്ന് പറയുന്ന പ്രൊജക്റ്റിലും വരുന്നത്. മാലിന്യ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ്. അതിനെ കൃത്യമായി യാതൊരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ പ്രയാസമില്ലാതെ അതിനെ പ്രോസസ്സ് ചെയ്ത് വലിയ സമ്പത്തുണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ 5 ടൺ ജൈവ മാലിന്യം നമ്മുടെ യൂണിറ്റിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന് ഡെയിലി 15,000 രൂപ വരെ ഈ മാലിന്യത്തിന് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. മാലിന്യം ഇപ്പോൾ നമ്മളൊരു ഹോട്ടൽ നടത്തുന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കറി മാർക്കറ്റിൽ അതെടുത്തു കൊണ്ടുപോകണമെങ്കിൽ ആ കക്ഷികൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. ഇവിടെ നമ്മൾ സൊസൈറ്റി നമ്മുടെ അവിടത്തേക്ക് ഈ മാലിന്യം എത്തിച്ചു കഴിഞ്ഞാൽ 5 ടണ്ണിന്
15,000 രൂപ വരെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഈ 5 ടൺ മാലിന്യം നമ്മൾ പ്രോസസ്സ് ചെയ്താൽ ഏതാണ്ട് 2.5 ടണ്ണോളം നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കിട്ടും. അതിന് നല്ല വാല്യൂ ആണ്. ആ വാല്യൂവിൻ്റെ ഒരു ഭാഗമാണ് ഇവർക്ക് കൊടുക്കുന്നത്. അവിടെ സ്ത്രീകൾക്കുള്ള ജോലി സാധ്യത വരുന്നുണ്ട്, മറ്റ് അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്, ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നുണ്ട്, സമ്പത്തുണ്ടാവുന്നുണ്ട്. അതേ രീതിയിലാണ് BSFL പ്രൊജക്റ്റ്. പിന്നെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റു പ്രൊഡക്റ്റുകളുണ്ട്. നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഹെർബൽ സാനിറ്ററി നാപ്കിൻ. ഈ ഹെർബൽ സാനിറ്ററി നാപ്കിൻ നമ്മൾ വയ്ക്കുമ്പോൾ നമ്മുടെ സഹോദരിമാർക്ക്, അമ്മമാർക്കൊക്കെ തന്നെ എല്ലാ മാസവും ആവശ്യമുള്ളതാണ്. അവരുടെ മാനസിക ശാരീരിക ഇതിന് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ ഹെർബൽ വയ്ക്കുമ്പോൾ മാനസികമായും ശാരീരികമായിട്ടുള്ള അവരുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ആരോഗ്യം അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വലിയ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് ഡിസ്പോസൽ വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഈ ഹെർബൽ സാനിറ്ററി നാപ്കിൻ നമ്മൾ വെച്ചിട്ടുള്ള സാനിറ്ററി നാപ്കിൻ വെള്ളത്തിലിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് വെള്ളം ആവും. ആ രീതിയിലാണ് അതിൻ്റെ ഇത്. ഇനി കത്തിച്ചാൽ പോലും കടലാസ് കത്തിക്കുന്ന പോലെയാണ്, പ്ലാസ്റ്റിക് ഇല്ല, ഹെർബലാണ്. അപ്പോൾ അതും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നുണ്ട്, പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നുണ്ട്, സമ്പത്തുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ കർഷകരെ ഇത് ചെയ്തുകൊണ്ട് നാളികേരത്തിൻ്റെ 20ഓളം വരുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു ശുദ്ധമായ ഭക്ഷ്യപദാർത്ഥമാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഭക്ഷ്യവസ്തു എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുലപ്പാലാണ്. അമ്മയുടെ മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള 49% ലോറിക് ആസിഡ് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ കഴിക്കും. അതുപോലെ തന്നെ കോക്കനട്ട് ചിപ്സ് ഉണ്ട്, ഡെസിക്കേറ്റഡ് പൗഡർ ഉണ്ട്, മറ്റ് ചമ്മന്തിപ്പൊടിയുണ്ട്. ആ രീതിയിൽ 20ഓളം വരുന്ന നാളികേരത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ വരുന്നുണ്ട്. അത് തെങ്ങ് കയറി 2 മണിക്കൂറിനുള്ളിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ അവിടെയും നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുകയും പ്രകൃതി സംരക്ഷിക്കുകയും സമ്പത്തുണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പ്ലാൻ ബേസ്ഡ് ഹോം കെയർ പ്രൊഡക്ട്സ്. അതും ഒട്ടും രാസപദാർത്ഥം ഒന്നും ഉപയോഗിക്കാതെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലോത്ത് ക്ലീനിങ്, അതുപോലെ തന്നെ ഡോർ ക്ലീനിങ്, ടോയ്ലറ്റ് ക്ലീനിങ്, കൊതുക്, അങ്ങനെ തുടങ്ങിയുള്ള 9 പ്രൊഡക്റ്റ് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. അവിടെയും ഈ പിന്നെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്, പ്രകൃതി സംരക്ഷിക്കുന്നുണ്ട്, സമ്പത്തുണ്ടാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ രീതിയിൽ വളരെ കൃത്യമായി അതിനുള്ള എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും അല്ലെങ്കിൽ ഇന്ന് സമൂഹം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് സൊസൈറ്റി മുന്നോട്ട് വച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോജക്റ്റിനുള്ള ഫണ്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമ്മൾ ഒരു സഹകരണ പ്രസ്ഥാനമാണ്. ഈ സഹകരണ പ്രസ്ഥാനത്തിലെ സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ ഓഹരി ഉടമകൾക്ക് മാത്രമാണ്. അപ്പോൾ നമ്മളിതിൽ ഷെയർ, അതുപോലെ തന്നെ ഓഹരി ഉടമകളിൽ നിന്ന് കോൺട്രിബ്യൂഷൻ, അത് ഫിക്സഡ് കോൺട്രിബ്യൂഷനും റെക്കറിങ് കോൺട്രിബ്യൂഷനുമായി ഈ പ്രോഫിറ്റിൻ്റെ നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഫാർമേഴ്സിന് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ അവരെ ഇന്ന് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പിന്നെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഷെയർ മേടിക്കാൻ കഴിയുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർഷകരിൽ നിന്നാണ്, നമ്മുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഈ MOU ഒപ്പുവെച്ചതോടുകൂടി നമുക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രൊജക്റ്റിലേക്ക് ആളുകൾ വയ്ക്കുമ്പോൾ അവരിൽ നിന്ന് പ്രൊജക്റ്റ് ഇതിനുള്ളത് മേടിക്കാം. പിന്നെ ഗവൺമെൻറ് തലത്തിലും അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഗ്രീൻ ഇതിന് വേണ്ടി CSR ഫണ്ട്, ഇപ്പോൾ ലിക്വിഡ് ട്രീ പറഞ്ഞല്ലോ നമ്മൾ, ആ ലിക്വിഡ് ട്രീ ഒക്കെ തന്നെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അന്തരീക്ഷത്തിൽ സമൂഹത്തിൽ സ്ഥാപിക്കാനായിട്ട് കഴിയും കമ്പനികളിൽ നിന്ന്. അപ്പോൾ ഒരു ഡൗട്ട്, ഇപ്പോൾ ഈ ലിക്വിഡ് ട്രീ വെക്കുമ്പോൾ ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ രീതിയിലല്ലാതെ ഇപ്പോൾ വീടുകളിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കില്ലേ, അതുപോലെ സാധാരണക്കാർക്ക് അവരവരുടെ വീടുകളിൽ സ്ഥാപിക്കാൻ കഴിയുമോ? കഴിയും. നമ്മളിപ്പോൾ സ്ഥാപിച്ചെടുത്തിട്ടുള്ള ലിക്വിഡ് ട്രീ ഈ ഒരു തലത്തിലാണ്. പക്ഷെ നമ്മൾ ഹയർ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് നമ്മുടെ PE റൂമിലും അതുപോലെ തന്നെ വീടുകളിലും മാളുകളിലും ചെറിയ, ഇപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞത് 1000 ലിറ്റർ വെള്ളത്തിലാണ് കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ 50,000 രൂപയ്ക്കും 1,00,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കൊക്കെ ചെയ്യാവുന്ന രീതിയിൽ ചെറിയ ഇത് നമ്മൾ പിന്നെ ഇപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും വളരെ വ്യാപകമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലായിടത്തേക്കും എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് സൊസൈറ്റി ലോ കാർബൺ സൊല്യൂഷനും കൂടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതികൾ കർഷകരിലൂടെയാണല്ലോ നടപ്പാക്കുന്നത്.
അപ്പോൾ ഇത് നടപ്പാക്കുമ്പോൾ, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കർഷകർക്ക് എത്രത്തോളം ഇത് ചിലവ് വരും? അപ്പോൾ അത് ആദ്യം ഒരു ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ അവർ. അപ്പോൾ അത് എത്രത്തോളമാണ് അതിന് അവർക്ക് താങ്ങാനാവുന്ന ഒരു റേറ്റ് തന്നെയാണോ അവർക്ക് പറ്റും? ഇതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ ഇത് ചെല്ലുമ്പോൾ കർഷകരുടെ ഇടയിലുണ്ടായ ചോദ്യം ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ കർഷകർ ഇവിടെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. വാസ്തവത്തിൽ അന്നം തരുന്നവരാണ് ദൈവം എന്ന് പറഞ്ഞാൽ കർഷകരാണ് യഥാർത്ഥത്തിൽ ദൈവം. കർഷകരില്ലെങ്കിൽ പ്രപഞ്ചവും ഇല്ല, നമ്മളും ഇല്ല. അപ്പോൾ കർഷകരുടെ അടുത്തേക്ക് ഒരു പ്രൊജക്റ്റ് വയ്ക്കുമ്പോൾ അവരിൽ നിന്ന് പൈസ മേടിച്ച് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കൈരളി പ്രൊജക്റ്റ് മുന്നോട്ട് വെച്ചപ്പോൾ ഒരു പൈസ പോലും കർഷകരുടെ കയ്യിൽ നിന്ന് ഇതിനു വേണ്ടി കൈരളി മേടിക്കുന്നില്ല. ആകെ എത്ര ഏക്കർ ഭൂമിയുള്ള കർഷകനായിരുന്നാലും 100 രൂപയുടെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ, ഓഹരി ഉടമയായി കഴിഞ്ഞാൽ, ഓഹരി ഉടമകൾക്ക് മാത്രമേ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഷെയർ എടുപ്പിക്കുന്നത്. ആ ഓഹരി ഉടമയായി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഈ കാർബൺ ക്രെഡിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കൺസൾട്ടൻ്റായി അത് എല്ലാ സപ്പോർട്ടും അവർക്ക് കൊടുക്കും. ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കും, ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കും, അവയർനെസ് കൊടുക്കും, എല്ലാ സപ്പോർട്ടും സൊസൈറ്റി കൊടുക്കും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവരുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടും, അവരുടെ ഉൽപ്പാദനം കൂടും. അതിൻ്റെ ഒപ്പം തന്നെ ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും ശുദ്ധമായ ഭക്ഷണവും ലഭ്യമാവും. അതിലുപരിയായിട്ട് ഒരു അധിക വരുമാനമായിട്ടാണ് ഈ കാർബൺ ക്രെഡിറ്റ് ഇൻകം ലഭിക്കുന്നത്. ഈ അധിക വരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠനങ്ങൾ നടത്തിയപ്പോൾ 1 ഏക്കർ ഭൂമിയിൽ ഒരു വർഷത്തിലൊരു 3 യൂണിറ്റെങ്കിലും, അത് ഏത് കൃഷിയായിരുന്നാലും, തെങ്ങായിരുന്നാലും നെല്ലായിരുന്നാലും ഏത് കൃഷിയായിരുന്നാലും നമുക്ക് 3 യൂണിറ്റെങ്കിലും മിനിമം ലഭ്യമാവുന്നതാണ്. 3 യൂണിറ്റ് ആയി കഴിഞ്ഞാൽ $120 ഉണ്ട് 1 ഏക്കറിൽ. $120 ഇൻറ്റു 90 അത് വരുമ്പോൾ അതിൻ്റെ 50% നമ്മൾ ഒരു ഇതുമില്ലാതെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കർഷകർക്ക് ഒരു അധിക ചിലവും ഇല്ലാതെ ഒരു അധിക വരുമാനം ആണ് നമ്മൾ ഈ കാർബൺ ക്രെഡിറ്റിലൂടെ, ഈ കൈരളിയുടെ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നതോടെ കർഷകർക്ക് ലഭ്യമാക്കുന്നത്. അത് ഇന്ത്യയിലെ മുഴുവൻ കർഷകർക്കും ലഭ്യമാക്കാൻ കഴിയുന്നു എന്ന സന്തോഷത്തിലാണ് കൈരളിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഡയറക്ടർ ബോർഡും ഞങ്ങളുടെ മെമ്പർമാരും ഒക്കെ തന്നെ വളരെ സന്തോഷകരമായ ഒരു ഇതിലാണ്. ഇതിനാവശ്യമായ രീതിയിൽ കർഷകർക്ക് എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു മൊബൈൽ ആപ്പും ഞങ്ങൾ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. ഇത് സാറ്റലൈറ്റ് സർവേ നടത്തി ആ കർഷകർക്ക് അവരുടെ ഭൂമിയിലെ മണ്ണ് പരിശോധനയും അവരുടെ പ്രൊഡക്റ്റീവ് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ വളരെ സുതാര്യമായിട്ടാണ് കർഷകരിൽ നിന്ന് അധിക ചിലവുകളൊന്നുമില്ലാതെ ഈ പദ്ധതി പിന്നെ സൊസൈറ്റി നടപ്പിലാക്കുന്നത്. ഇപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് NCI കൂടി വരുന്നതോടുകൂടി ഞങ്ങളുടെ ബാധ്യത കുറച്ചുകൂടി കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ കർഷകരിലേക്കും ഇതെത്തിക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ലോകം നേരിടുന്ന ഗ്ലോബൽ വാർമിങ്ങിനും ക്ലൈമറ്റ് ചേഞ്ചിനും എതിരായിട്ടുള്ള പോരാട്ടത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ കർഷകർക്കും അതിന് നേതൃത്വം കൊടുക്കാൻ കൈരളിക്കും കഴിയുന്നു എന്ന ഒരു സന്തോഷകരമായ അവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത്. നമ്മൾ പിന്നെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ പ്രവർത്തനവുമായി ആദ്യം നമ്മൾ കർഷകരെ സമീപിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കർഷകർക്ക് ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അത് നമ്മളോട് ഷെയർ ചെയ്യും. അവർക്ക് അറിയില്ല ഈ വിഷയത്തെക്കുറിച്ച്. അത് നമ്മളോട് ഷെയർ ചെയ്യുകയും വളരെ കൃത്യമായി അത് പിന്നെ നമ്മൾ അവരിലേക്ക് എത്തിച്ചപ്പോൾ വളരെ നല്ല സഹകരണവും പിന്തുണയും സപ്പോർട്ടുമാണ് കർഷക സമൂഹത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഈ കൈരളി അഗ്രികൾച്ചറൽ സൊസൈറ്റി എത്തുന്നത്? കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് രൂപീകൃതമാവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 32 വർഷക്കാലം സഹകരണ മേഖലയിൽ, അതായത് തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിൽ ഒരു ക്ലർക്കായിട്ട് ജോയിൻ ചെയ്ത് 33 വർഷക്കാലത്തെ സേവനത്തിൽ അവസാനം കേരള ബാങ്കിൽ നിന്ന് യഥാർത്ഥത്തിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, പക്ഷേ സീനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ പദവിയിൽ നിന്നാണ് ഞാൻ വിരമിച്ച്. ആ വിരമിച്ചതിന് ശേഷം റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഈ സൊസൈറ്റി രൂപീകൃതമാകുന്നത്. അപ്പോൾ ഒരു മൾട്ടി സ്റ്റേറ്റ്, എനിക്ക് ആദ്യം തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതെന്നുണ്ടെങ്കിൽ പിന്നീട് അത് കേരള ബാങ്കിലായപ്പോൾ കേരളത്തിൽ മൊത്തം പ്രവർത്തനം. അതിനിടയ്ക്ക് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനും കൂടി ആയിരുന്നു. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് കർഷകരോടും സാധാരണ ജനങ്ങളോടും നമുക്ക് ഉണ്ട്.
ആ സമയത്താണ് ഒരു സൊസൈറ്റി തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചന വന്നതും അത് കാർഷിക മേഖലയിലാവണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. കൊറോണ വന്നപ്പോൾ നമ്മുടെ പല വ്യവസായ സ്ഥാപനങ്ങളും തകരുകയും നിലനിൽപ്പില്ലാതെയും ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്ന് നമ്മൾ പണ്ടേ പഠിക്കാറുണ്ട്. കാർഷിക മേഖലയിൽ വലിയ വർധനവും ഉണ്ടായിട്ടുണ്ട്, പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളമൊക്കെ നോക്കുമ്പോൾ കാർഷിക മേഖലയിൽ പുതിയ തലമുറ കാർഷിക മേഖലയിലേക്ക് അധികം കടന്നു വരുന്നില്ല. നിലനിൽക്കുന്ന കർഷകർക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, കർഷകരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കാൻ നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കർഷകരില്ലെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കർഷകരില്ലെങ്കിൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നമുക്കൊന്നും നിലനിൽപ്പില്ല. കർഷകരാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അന്നം തരുന്നവരാണ് ദൈവമെങ്കിൽ കർഷകരാണ് യഥാർത്ഥത്തിൽ ദൈവം. കർഷകർ പണിമുടക്കി കഴിഞ്ഞാൽ, കർഷകരില്ലെങ്കിൽ, കൃഷിഭൂമി ഇല്ലെങ്കിൽ നമുക്കാർക്കും നിലനിൽപ്പില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ടും ഒരു കാർഷിക സൊസൈറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. കാർഷിക സൊസൈറ്റി രൂപീകരിച്ച് ഒരു 6 മാസം കഴിയുമ്പോഴേക്കും എൻ്റെ ഒരു സുഹൃത്ത് ലതീഷ് ഈ കൊറോണ കാലത്ത് ഈ GST ഗ്രീൻ ഹൗസ് ഗ്യാസ് അക്കൗണ്ടിങ്ങിൻ്റെ കാർബൺ ഫുട് പ്രിൻ്റ് അക്കൗണ്ടിങ് സർട്ടിഫിക്കറ്റ് USA സിയാറ്റിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് പാസ്സാവുകയും കോഴ്സ് പാസ്സാവുകയും അദ്ദേഹം ഈ കാർബൺ സർട്ടിഫൈയിങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴാണ് ഈ ഒരു ഐഡിയ വന്നപ്പോൾ, എന്നാൽ ഈ രാജ്യത്ത് കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കർഷകരാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നു. എന്നാൽ അവർക്കൊരു ഗുണം ലഭിക്കുന്ന രീതിയിൽ, കർഷകർക്കൊരു ഗുണം ലഭിക്കുകയും അത് സമൂഹത്തിന് ഗുണമാകുന്നതിനും വേണ്ടിയിട്ടാണുള്ള ഒരു ചർച്ചയിലൂടെയാണ് ഈ കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റ് നടപ്പിലാവുന്നതും. അതിനുശേഷം ഞങ്ങൾ വളരെ വലിയ രീതിയിൽ ഈ പ്രോജക്റ്റ്, ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ട് 3 വർഷമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ 3 വർഷത്തിൽ ഈ പൂർത്തിയാക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ട്, മാധ്യമങ്ങളിലൂടെയും മറ്റുമെല്ലാം. അപ്പോൾ എന്തെല്ലാം തിക്താനുഭവങ്ങൾ കടന്നാണ് ഇപ്പോൾ ഒരു സക്സസ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ MOU സൈൻ ചെയ്തതെന്നെല്ലാം നോക്കുമ്പോൾ ഇത് സക്സസ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? ഇതിലൊരു സ്ട്രഗിൾ എന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. പക്ഷെ വലിയ പ്രയാസം നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കാർബൺ ക്രെഡിറ്റ് എന്ന് നമ്മളന്ന് പറയുമ്പോൾ വലിയ ഉദ്യോഗസ്ഥ തലത്തിലായാലും സാധാരണ കർഷകർക്കായിരുന്നാലും ഒന്നും തന്നെ അറിയാത്ത ഒരു സമയമായിരുന്നു. കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് കർഷകരെ ഈ രീതിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ആദ്യത്തെ സൊസൈറ്റിയാണ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേഷൻ. അപ്പോൾ കർഷകരുടെ അടുത്തത് പറയുമ്പോൾ കർഷകരല്ലെങ്കിൽ തന്നെ നിലനിൽപ്പിന് വേണ്ടി പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ കൃഷിയിലൂടെ മാത്രം അവരുടെ ജീവിതമാർഗം നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. നമ്മൾ ഇതുമായി ആദ്യം കർഷകരെ സമീപിച്ചപ്പോൾ അവരുടെ ചോദ്യം ഞങ്ങൾക്കെന്ത് കിട്ടും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. മാത്രമല്ല, ഞങ്ങൾ എന്തിന് ചെയ്യേണ്ടി വരും എന്നുള്ള ചോദ്യവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു പൈസ പോലും നിങ്ങളിതിനു വേണ്ടി ചെയ്യണ്ട എന്നും, നിങ്ങളിതിൽ വലിയ അഗ്രിമെൻ്റ് ഒന്നും ഇതിലില്ല, നമ്മുടെ സൈറ്റിൽ നിന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സ്ഥലത്ത് എന്തൊക്കെ കൃഷികളാണ് ഇപ്പോൾ ചെയ്യുന്നത്, എന്താണ് വളപ്രയോഗ രീതി, എന്താണ് ജലസേചന രീതി എന്നുള്ളത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഭൂമിയിൽ സാറ്റലൈറ്റ് സർവേ നടത്തി മണ്ണിൻ്റെ ഘടനയും കൃഷി രീതികളും എല്ലാം പഠിച്ച് ഏതൊക്കെ രീതികൾ ഉപയോഗിച്ചാലാണ് ഈ കാർബൺ എമിഷൻ കുറയ്ക്കാനും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത് അവരെ പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വന്ന സാഹചര്യത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ സപ്പോർട്ടാണ് കർഷകരിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും നമുക്ക് ലഭിച്ചത്. പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെ, നമ്മുടെ രാജ്യത്തെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെ വലിയ ഒരു സപ്പോർട്ട് അതിൽ ലഭ്യമായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൽ ഒരു സഹകരണ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം, ഈ സഹകരണ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളിത് രൂപം കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ല, ഒരു കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇതായിട്ടല്ല കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഇതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരുമുണ്ട്, എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ടവരുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേർതിരിവില്ലാതെ ഇതിനെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്
ഒരു വലിയ കടമ്പ തന്നെയാണ്. പക്ഷേ ഇതൊരു പൊതു ആവശ്യമാണെന്നുള്ള നിലയ്ക്ക് ആർക്കും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പൊതുസമൂഹത്തിലെ മറ്റ് പൊതുപ്രവർത്തകരുടെയും ഒക്കെ പിന്തുണ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ചെറിയ ചെറിയ പിന്നെ വിമർശനങ്ങളും അല്ലെങ്കിൽ എതിർപ്പുകളും അല്ലെങ്കിൽ ചില ഈ പ്രസ്ഥാനം കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ചില അസൂയയോ അല്ലെങ്കിൽ സാധാരണ ഉണ്ടാകുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഈ ആശയം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും നമ്മളോട് ശ്രദ്ധിക്കുകയും നമ്മളെ വിളിക്കുകയും നമ്മളെ പഠിക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും തയ്യാറായിട്ടുള്ള വലിയൊരു സമൂഹം ഇപ്പോൾ കൂടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന ഒരു ഘടകമാണ്.